എമ്പുരാന്റെ വിവാദത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന പേര് സുപ്രിയയുടെ പേരാണ്. പൃഥ്വിരാജിന്റെ വൈഫുമായി ബന്ധപ്പെട്ടാണ് അവരാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? പൊതുവേ നമുക്ക് അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്, ഒരു പുരുഷൻ്റെ വിജയത്തിനും പരാജയത്തിനും പിന്നിൽ ഒരു സ്ത്രീ കാണും എന്ന്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റുകളും ഒക്കെ അതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ്. ഈ പറയുന്ന പോലെ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ വലിയ രീതിയിൽ സൈബർ ആക്രമണം അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അവർ മുമ്പ് BBC-യിലൊക്കെ സഹകരിച്ചിരുന്നവരാണ്. ഒരു ലെഫ്റ്റ് ലിബറൽ ആണ്. അവർക്ക് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടും അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിനോടും ഹൈന്ദവ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഒക്കെ ഒരു വലിയ അപ്രീതി ഉള്ളതായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടക്കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം നമുക്ക് പൃഥ്വിരാജിൻ്റെ കരിയർ ഒന്നെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. പൃഥ്വിരാജ് ആളിച്ചിരി അഹങ്കാരിയും പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയിക്കാൻ വന്നു, അതിനുശേഷം സ്റ്റാറായി. അപ്പോൾ അതിൻ്റെ ചില മാനറിസങ്ങളൊക്കെ പൃഥ്വിരാജിലുണ്ട്. ചില അഭിപ്രായങ്ങളൊക്കെ വേണ്ടതും വേണ്ടാത്തതും വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ പറയുക, അത് പിന്നെ പുലിവാല് പിടിക്കുക, അത്തരം ചില ഗോസിപ്പുകളുടെ ഭാഗമാകുക. ഇതൊക്കെ പൃഥ്വിരാജിനെ കുറിച്ചുമൊക്കെ പൊതുവേ ഈ സിനിമ രംഗത്ത് അത് ഏത് ഭാഷയിലാണെങ്കിലും ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡത്തിലും ഒക്കെ ഇത്തരം ഗോസിപ്പുകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പൃഥ്വിരാജും വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിവാഹിതനായതിനു ശേഷമാണ് പൃഥ്വിരാജിൽ വലിയ മാറ്റം വരുന്നത്. നമ്മൾ പൃഥ്വിരാജിൽ കാണുന്ന ഏറ്റവും പ്രത്യക്ഷമായൊരു മാറ്റം, വളരെ പെട്ടെന്നാണ് പൃഥ്വിരാജ് വാര്യംകുന്നനെ പോലൊരാളെ സാധൂകരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി സിനിമ എടുക്കാൻ, അതും നമ്മളൊന്ന് ആലോചിക്കണം. ഈ മലപ്പുറത്ത് ഇത്രയും കാലം മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് മുമ്പും 1921 മലബാർ ലഹളയ്ക്ക് ശേഷം ഈ ഇത്രയും കാലം ഒരാളും വാര്യംകുന്നനെ ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പുകഴ്ത്തിയിരുന്നില്ല. വാര്യംകുന്നൻ്റെ പേരിൽ സ്മാരകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മുസ്ലിം ലീഗ് വാര്യംകുന്നനെ വെള്ളപൂശിക്കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ആ ലീഗ് രാഷ്ട്രീയത്തിനകത്ത് മാത്രം നിന്ന, അത് മുസ്ലിങ്ങൾക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് പോലും നല്ലവണ്ണം അറിയാം വാര്യംകുന്നൻ്റെ നേതൃത്വത്തിൽ 1921 എന്താണ് നടന്നതെന്ന്. ഈ വാര്യംകുന്നൻ നേരെ ചൊവ്വേ മലയാളം പോലും എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്ത വാര്യംകുന്നൻ ഹിന്ദു പത്രത്തിലേക്ക് കത്തെഴുതി, ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരത്തിലുള്ള ഈ ഏച്ചു കെട്ടിയ ചരിത്രമാണ് പുറത്തു വന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു മലയാള സിനിമാ രംഗത്ത് നിന്ന് നമുക്കറിയാം 1921 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ പോലും ഉണ്ടാകാത്ത വണ്ണം വലിയ രീതിയിൽ വാര്യംകുന്നനെ ന്യായീകരിച്ചുകൊണ്ട് വാര്യംകുന്നൻ ഒരു വീരപരിവേഷം നൽകിക്കൊണ്ട് ഈ പൃഥ്വിരാജ് രംഗത്തേക്ക് വരികയായിരുന്നു. അതിനെക്കുറിച്ച് സിനിമ എടുക്കാൻ പോകുന്നു, വാര്യംകുന്നനെ നായകനാക്കുന്നു, ഞാൻ വാര്യംകുന്നനായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്, ശക്തമായ പ്രതിഷേധം. ഈ മലബാർ ലഹളയുടെ ഇരകളാക്കപ്പെട്ട ആൾക്കാരുടെ പിൻതലമുറക്കാർ വളരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു. അത് കേവലം മലബാറിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, കേരളം മുഴുവനും. അതിൻ്റെ അവസാനം ആ നവയുഗ വാര്യംകുന്ന പിന്മാറേണ്ടി വന്നു. അതിന്റെ കലിപ്പ് തീർത്തതാണ് ഈ സിനിമയെന്നാണ് വലിയ വിമർശനം. തീർച്ചയായിട്ടും അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ വളരെ ശക്തമായ എതിർപ്പ് വന്നു എന്ന് മാത്രമല്ല, ഈ സിനിമയ്ക്ക് ഫണ്ട് ചെയ്യാനായിട്ട് വന്ന ആൾക്കാരെക്കുറിച്ച് പോലും വലിയ പരാതികളും അന്വേഷണങ്ങളും ഒക്കെ നടക്കും എന്നൊരു ഘട്ടം വന്നു. പരാതികൾ ഉയർന്നു. അങ്ങനെ ഈ ഫണ്ട് ചെയ്യാൻ വന്ന ആൾക്കാർ പലരും പിന്മാറി. ഈ ഫണ്ട് ചെയ്യാൻ വരുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലാതെ പൃഥ്വിരാജ് ആ ഒരു തിരിച്ചറിവുണ്ടായി, വെളിപാടുണ്ടായി, അല്ലെങ്കിൽ ഒരു ബോധമുണ്ടായി പിന്മാറിയതൊന്നുമല്ല. പണം കിട്ടില്ല എന്നുറപ്പായപ്പോൾ തൽക്കാലം അതൊന്ന് താഴ്ത്തി വെച്ചു. പക്ഷേ അതിൻ്റെ പ്രതികാരമെന്നോണം ഈ ഒരു ചിത്രത്തിലൂടെ വളരെ മോശമായ സന്ദേശം നൽകിക്കൊണ്ട് അയാൾ വീണ്ടും സ്കോർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇത് പൃഥ്വിരാജിന് ഈ എന്താ പറയേണ്ടത്, കാലാനുസൃതമായി ഉണ്ടായ ഒരു മാറ്റമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കൃത്യമായിട്ടും പൃഥ്വിരാജിൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ മാറ്റം പൃഥ്വിരാജിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരനും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിവാഹം തന്നെ പലതവണ ചർച്ചയായിട്ടുണ്ട് പൊതുസമൂഹത്തിൽ. ഒന്ന് ഇരുട്ടി വെളുത്തപ്പം നടന്നൊരു വിവാഹമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അവരൊരു ഇൻ്റർവ്യൂവിന് വന്ന് അങ്ങനെ പരിചയപ്പെട്ടതാണ് പൃഥ്വിരാജിനെ. ഒരു അഭിമുഖത്തിന് വേണ്ടി വരികയും പരിചയപ്പെടുകയും പിന്നീട് അത് സ്നേഹത്തിലാവുകയും വിവാഹബന്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. എന്തായാലും ആ ഭാര്യയുടെ സ്വാധീനം പൃഥ്വിരാജിൽ വളരെയധികം ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്.
അവരെക്കുറിച്ച് പൊതുവേ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് അവരൊരു വളരെ ലെഫ്റ്റ് ലിബറൽ ഈ പറയുന്ന നമ്മുടെ റെഡ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള നരേറ്റീവുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്നയാളാണ് സുപ്രിയ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചർച്ചകൾ വരുന്നത്. എന്തായാലും ഈ സോഷ്യൽ മീഡിയ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയും വളരെ ജാഗ്രതയും പുലർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ ആഞ്ഞടിക്കേണ്ട സമയത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ തന്നെ നാം ചെയ്ത പല വീഡിയോകൾക്ക് താഴെ കമന്റുകളായി വരുന്നത് തന്നെ ഈ സുപ്രിയയുമായി ബന്ധപ്പെട്ട് അവരുടെ യാത്രകൾ പരിശോധിക്കണം, ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം, ഇവരുടെ ബന്ധങ്ങൾ അന്വേഷിക്കണം എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളെല്ലാം വരുന്നു. ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അഡ്വക്കേറ്റ് പരാതി കൊടുത്തതിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചില പരാതി കൊടുക്കാൻ പോകുന്നതിനെ കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇത് തീർച്ചയായിട്ടും ഒരു വലിയ പരാതിക്ക് ഇടയാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ആ പരാതി അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ എത്തും. ഈ പറഞ്ഞതുപോലെ സുപ്രിയയുടെ ഈ ഇത്തരം കാര്യങ്ങൾ, കാരണം പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് ഈ പണം കൈകാര്യം ചെയ്യുന്നതും മറ്റ് സാമ്പത്തിക സ്രോതസ്സുമെല്ലാം ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതെ, അവരാണ് വാസ്തവത്തിൽ പൃഥ്വിരാജിന്റെ ഈ ഫിലിം കരിയർ, സിനിമ കരിയർ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ സുപ്രിയയാണ്. സുപ്രിയയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പൃഥ്വിരാജ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യയാണ് ഈ കാര്യങ്ങൾ, പ്രൊഡക്ഷൻ കമ്പനി, അതെ, പ്രൊഡക്ഷൻ കമ്പനിയും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് അവരാണ്. അതൊക്കെ സ്വാഭാവികം, അതൊക്കെ നല്ല കാര്യം തന്നെ. അവര് ഭാര്യയും ഭർത്താവും ചേർന്ന് നല്ല കാര്യം എന്ന് പറയുമ്പോൾ അത് രാജ്യവിരുദ്ധമാകരുത്. അതാണ് അതിനകത്തുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇവരെല്ലാം പറയാറുണ്ടല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ഇത്രയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചും സുപ്രീം കോടതി വിധി പറഞ്ഞ ഒരു കേസ്, ഒരു കലാപത്തിനെ സംബന്ധിച്ച് സുപ്രീം കോടതി എല്ലാ അന്വേഷണവും നടത്തി തലനാരിഴ കീറി തെളിവുകൾ പരിശോധിച്ച് തള്ളിക്കളഞ്ഞ ഒരു കേസ്, സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനത്തെയും വെല്ലുവിളിക്കാറായോ? നമ്മളൊക്കെ സുപ്രീം കോടതിക്ക് താഴെയാണ്, ഭരണഘടനയ്ക്ക് താഴെയാണ്. ഭരണഘടനയാണ് നമുക്ക് തണൽ തരുന്നത്. സുപ്രീം കോടതിയും നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റും നിയമനിർമ്മാണ സഭകളും ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും ഉന്നതമായ, നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, അങ്ങേയറ്റം ആദരിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് വേണോ എന്നുള്ളത് പൃഥ്വിരാജൊക്കെ ആലോചിക്കട്ടെ. അവരാലോചിച്ച് അതിനൊരു മറുപടി സ്വയം കണ്ടെത്തട്ടെ. എനിക്ക് അതേക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അല്ല, അന്വേഷണം വരുമ്പോൾ ഭാര്യയും ഭർത്താവ് ഇനി ഇരവാദവുമായി രംഗത്ത് അത് വരും, അത് സ്വാഭാവികമാണല്ലോ. ഞങ്ങളെ വേട്ടയാടുന്നേ, അവർക്ക് ഈ തെറ്റായ വ്യാജ പ്രചാരണം നടത്താം. മുല്ലപ്പെരിയാർ പൊട്ടിക്കുമെന്ന്, അതിനൊരു കുഴപ്പമില്ല. സിനിമയിലാണെങ്കിലും മുല്ലപ്പെരിയാർ പൊട്ടിച്ചിട്ടാണെങ്കിലും ഈ രാജ്യത്ത് ഈ പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാലും രായപ്പന് വിഷയമില്ല, ആള് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണല്ലോ, അയാൾക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണ്ടേ, ഇത്തരത്തിലുള്ള ഒരു വലിയ ഡാം, അത് 2 സംസ്ഥാനങ്ങൾക്ക്, കേരളത്തിന് മാത്രമല്ല, അതിൻ്റെ 80% ഗുണം കിട്ടുന്നത് തമിഴ്നാടിനാണ്. അവിടെ വെള്ളമില്ലാത്തൊരു സംസ്ഥാനത്ത് വെള്ളം കൊടുക്കാൻ ഇത്രയൊക്കെ ചെയ്തു. ശരിയാണ്, അതിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, അതിന് കാലപ്പഴക്കമുണ്ട്. അതൊക്കെ പരിശോധിച്ച് വേണ്ട വിധത്തിൽ പരിഹരിക്കണം. അതിനാണല്ലോ സുപ്രീം കോടതി അവിടെ പ്രത്യേക കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് ആരും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഉണ്ടുറങ്ങി കഴിയുകയല്ല. സുപ്രീം കോടതി അടക്കമുള്ള കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ഇടപെട്ട് പ്രത്യേക കമ്മീഷനുകളെ നിയോഗിച്ച് പരിശോധിച്ച് പഠിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് ഇങ്ങനൊരു ഭീഷണി, ഒരു സന്ദേശം, തെറ്റായൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതും ഒരു സിനിമയിലൂടെ. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ കൊച്ചു കുട്ടികൾ വരെ ഈ സിനിമയൊക്കെ കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ പോലും ഇത് ആഴത്തിൽ, ഒരു 10, 12 അല്ലെങ്കിൽ ഒരു 8, 9 വയസ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ഈ സിനിമ കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിചാരം എന്താണ്? മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടും, മുല്ലപ്പെരിയാർ പൊട്ടിക്കുന്നതാരാ? അത് ഇന്ന ആൾക്കാരാണ്, അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ തെറ്റായ സന്ദേശം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അത് ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന അത്തരം ആശങ്കകൾ വളരെ ആഴത്തിൽ അന്വേഷിക്കണം. ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ്? ഈ സുപ്രിയയാണോ പൃഥ്വിരാജാണോ? അങ്ങനെ വ്യക്തികൾക്കൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ ഈ ചെയ്യുന്ന പ്രവൃത്തി തുലനം ചെയ്യുക തന്നെ വേണം. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് എന്തുകൊണ്ടുണ്ടായി, ആരാണ് ഇതിൻ്റെ പുറകിൽ, ഇതിനുള്ള പണത്തിൻ്റെ ഉറവിടം എന്താണ്, ഇതൊക്കെ അന്വേഷിക്കണം. ഈ പറഞ്ഞതുപോലെ സുപ്രിയക്കെതിരെ വലിയ ആക്രമണം, സൈബർ ആക്രമണമൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാനിതുവരെ അസഭ്യമായ ഒരു പ്രയോഗം ഒരിടത്തും കണ്ടില്ല കേട്ടോ. വളരെ സഭ്യമായ രീതിയിലാണ് അവർക്കെതിരെ ആക്രമണങ്ങൾ വരുന്നത്. രൂക്ഷമായ ആക്രമണമുണ്ട്. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണമല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വരുന്ന വിമർശനങ്ങളെ സ്വീകരിക്കാനും തയ്യാറായിരിക്കണം. അല്ലാത്തവർ ഈ പണിക്ക് പോകരുത്.
അതുകൊണ്ട് അതിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് കരഞ്ഞ് നിലവിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന ഈ ആശങ്ക, ഈ വിമർശനങ്ങൾ, അതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഉത്തരവാദപ്പെട്ടവർ അതെല്ലാം കാണുന്നുണ്ട്, അത് പരിശോധിക്കപ്പെടും. ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജിനും കുടുംബത്തിനും ഇനിയെങ്കിലും നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.